കണ്ണൂർ ദന്തൽ കോളേജിൽ നിതിൻ രാജിൻ്റെ സഹപാഠികളായിരുന്ന ആർച്ചയും കീർത്തിയും നമുക്കൊപ്പം മോർണിംഗ് ഷോയിലേക്ക് വരികയാണ്. അതായത് നിതിൻ രാജിൻ്റെ കൂട്ടുകാരാണ് ഇവരൊക്കെ തന്നെ. ഇവർ ആർച്ചയും കീർത്തിയും പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അറിയണം. ഗുഡ് മോർണിംഗ് ആർച്ച ആൻഡ് കീർത്തി. ശരിക്കും നിങ്ങൾക്ക് നിതിൻ രാജുമായി എത്ര കാലത്തെ സൗഹൃദമുണ്ട്? ആദ്യം എനിക്ക് തോന്നുന്നത് ആർച്ചയ്ക്ക് തുടങ്ങാം. ഞാൻ നിതിൻ രാജിൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് കമ്പനിയായിരുന്നു. ഒരേ സ്ഥലത്ത് കാര്യമാണ്. ഞാനും ട്രിവാൻഡ്രം, അവനും ട്രിവാൻഡ്രം. അപ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് തൊട്ടേ തുടങ്ങിയ കൂട്ടാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. പക്ഷേ ഭയങ്കര സങ്കടമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമെന്നോ ഇങ്ങനെ ചെയ്യുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് വിഷമമുണ്ട് കാര്യത്തിൽ. കീർത്തിയോ? കീർത്തി ക്ലാസ്മേറ്റ് ആണോ നിതിൻ രാജിൻ്റെ? ഞാൻ സീനിയർ ആണ്. ഇപ്പോൾ ഇവർ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഒരു 6 months ആവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ ഒരു 6 മാസമായിട്ടൊക്കെ അറിയാം, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആർക്കും മറുപടി പറയാവുന്ന രീതിയിലായിരിക്കും ഞാൻ ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും വലിയ നിങ്ങളുടെ സങ്കടത്തിൽ ഞാനും പങ്കുചേരുകയാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ക്യാമ്പസിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. ഈ നിതിൻ രാജ് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ജാതി അധിക്ഷേപവും ഒക്കെ നേരിട്ടിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴെങ്കിലും ആർച്ച ഈ നിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നോട് കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റാം എന്ന സാറിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് ഓരോ ടാർഗറ്റും കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. എപ്പോഴും എന്നെ എന്തിനാ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്, എല്ലാവരെയും പറയുന്നുണ്ട്, പക്ഷേ എന്നെ മാത്രം എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇതാക്കുന്നത്, എല്ലാവരെയും മുന്നിൽ വെച്ച് ഹറാസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവൻ ഭയങ്കര നല്ല സങ്കടത്തോടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആർച്ച എന്തായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്? ധൈര്യമായിട്ട് നേരിടണമെന്ന് ഉപദേശിച്ചോ? എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. ഇപ്പം എന്നെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, സീനിയേഴ്സിനെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിപ്പം എന്തോ നമ്മളിപ്പോൾ യൂസ്ഡ് ആയതുപോലെ ആയിപ്പോയി. കേട്ട് ഓക്കെ ഇനി എന്തും കേൾക്കാനുള്ള ഇതായി എന്നുള്ള ഒരു രീതി പോലെ ആയിപ്പോയി. ഒരു ട്രോമയായിരുന്നു ആ സാമാന്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഡോക്ടർ റാം ഒരു ആന്ധ്ര സ്വദേശിയാണ് എന്നാണ് പറയുന്നത്. അതിന് PhD ഒക്കെ സ്വന്തമായിട്ടുണ്ടെന്ന്. PhD ആണോ മറ്റേ ഡോക്ടർ ഇതാണോ? എന്തായാലും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഡോക്ടർ റാമിനെ കുറിച്ച് പൊതുവേ ആ കോളേജിലെ കുട്ടികളൊക്കെ തന്നെ പരാതി പറയുകയാണ്. കീർത്തി ഒരു സീനിയർ ആണല്ലോ. കീർത്തി, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡോക്ടർ റാമിനെ കുറിച്ച് അനുഭവപ്പെടുന്നത്? നമുക്ക് ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലുമാണ് ഇത് ഓറൽ പാത്തിൻ്റെ ക്ലാസ്സസ് വരുന്നത്. ഫസ്റ്റ് ഇയറിൽ ഡെൻ്റൽ അനാറ്റമി ആയിട്ടും തേർഡ് ഇയറിൽ ഓറൽ പാത്തോളജി ആയിട്ടും. അവിടുത്തെ HOD ആണ് ആള്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് വരുന്ന ടൈമിൽ ആളുടെ ക്ലാസ് ആയിരുന്നു ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഇത് നമ്മുടെ തലയിൽ അടിച്ച് തരും. ലൈക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ സീനിയേഴ്സൊക്കെ പറയുന്നുണ്ട്, ഓക്കെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളാണ്, ഇത് ഇങ്ങനെ തന്നെ പറയും, ഇനി തേർഡ് ഇയർ ചെന്നാലും ഇങ്ങനെ തന്നെ പറയും എന്ന് നമുക്ക് അറിയായിരുന്നു. സാറ് കുറേ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ആൾ റാഗ് ചെയ്യുമായിരുന്നു. ആളുടെ റാഗിങ് കാരണം അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് അതിലൊക്കെ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. ബട്ട് ആള് ഒരു 100 പേരിരിക്കുന്ന ക്ലാസ്സിലൊന്നും ഇതൊന്നും പറയാൻ ഒരു മടിയില്ല. അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒരു സ്റ്റുഡൻ്റെങ്കിലും ഒന്ന് തിരിച്ച് പറഞ്ഞിരുന്നെങ്കിൽ മേ ബി പറയത്തില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ കംപ്ലയിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു യൂസ് ഇല്ലാതെ ആയിപ്പോയി ഇപ്പോൾ. ഈ നിതിൻ രാജിനോട് ഈ ഡോക്ടർ റാമിന് എന്തെങ്കിലും അലോസരമുള്ളതായിരുന്നെങ്കിൽ ബോധ്യപ്പെടുന്നോ? വല്ല ദേഷ്യമോ എപ്പോഴെങ്കിലും അയാളെ ഇറിറ്റേറ്റ് ചെയ്യോ? അത് ഒരു അധ്യാപകനാണല്ലോ, കുട്ടികളെ വാത്സല്യത്തോടെ കാണിക്കേണ്ട ഒരു ഗുരുസ്ഥാനീയനാണ് ഈ ഡോക്ടർ റാം. അതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഇല്ല, ആരോടും അങ്ങനെ സ്നേഹമായിട്ട് സംസാരിച്ചിട്ടില്ല. ക്ലാസ്സിലായാലും ഇപ്പം ഒന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ലീവിൻ്റെ കാര്യം സംസാരിക്കാൻ പോയാലും ക്ലാസ്സിലിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. മൈഗ്രെയിൻ അല്ലേ, കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിൽ വന്നേ പറ്റത്തുള്ളൂ. ക്ലാസ്സിൽ വന്ന അറ്റൻഡൻസും തരത്തില്ല. അങ്ങനത്തെ ഒരു ആളാണത്. നമുക്ക് എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്, പക്ഷെ നമ്മളായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാവരും ഇങ്ങനെ ക്ലാസ്സിലിങ്ങനെ തലയാട്ടി ഇങ്ങനെ ഇരിക്കും. നമുക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ക്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കുടിക്കുമ്പോഴെങ്ങനെ നോക്കും. അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ എപ്പോഴും നമുക്ക് അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കുനിയുമ്പം ഉറങ്ങുവാണല്ലേ, ഗെറ്റ് ഔട്ട് പറഞ്ഞ് 3 മാസം അറ്റൻഡൻസ് കളയുക. ഇതിനെ കൂടുതലായിട്ട് ഹറാസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ലാസ്റ്റ് വീക്ക് തന്നെ നല്ല രീതിക്കാണ് ഹറാസ് ചെയ്തിട്ടുള്ളത്. ഈ ഡോക്ടർ KT സംഗീത നമ്പ്യാർ അവരും ആരോപണ വിധേയാണല്ലോ. അവരെ കുറിച്ചുള്ളൊരു പറയൂ, ഞാൻ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല, പറഞ്ഞോളൂ. മാം എനിക്ക് തോന്നുന്നില്ല
നമ്മൾ തേർഡ് ഇയറിലായിരുന്ന ടൈമിൽ പണിഷ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ ആൾ ചോക്കെടുത്തെറിയും. എന്നിട്ട് പറയും ആ കോർണറിൽ പോയി നിന്നോ നിങ്ങൾക്ക്. അപ്പോൾ പറയും സർ വയ്യ എന്ന് പറയാൻ, വയ്യെങ്കിൽ ക്ലാസ്സിൽ വരേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നോണം, എന്തിനാണ് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരുന്നത്, എണീറ്റിട്ട് ക്ലാസ്സിൻ്റെ ഒരു കോർണർ ഉണ്ടാവും, ആ കോർണറിൽ പോയി നിന്നോ എന്ന് പറയും, തല കുനിച്ച് നിൽക്കാൻ പറയും. അങ്ങനെയൊക്കെ കുറേ ഇൻസിഡൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പല കുട്ടികൾക്കും. ഓക്കെ, ഈ ഡോക്ടർ സംഗീതയെക്കുറിച്ച് ആർച്ചയ്ക്ക് എന്താ തോന്നിയത്? എനിക്കറിയില്ല. കീർത്തിക്കറിയാമോ ഡോക്ടർ സംഗീത പൊതുവെ എങ്ങനെയാണ്? അവർ കുറച്ച് ബെറ്റർ ആണോ? അതെ, നല്ല ബെറ്ററാണ്. അതൊരു ടീച്ചർ തന്നെയാണ്. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ എങ്ങനെ നല്ല രീതിക്ക് എക്സാം എഴുതണം, അങ്ങനെ മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു ടീച്ചറാണ്. ഈ ടീച്ചർ എങ്ങനെ ഈ കേസിൽ വന്നതെന്ന് അറിയില്ല. ടീച്ചർ ഈ കേസിൽ വന്നതിന് നല്ല വിഷമമുണ്ട്. ഇപ്പോൾ ഫോട്ടോസ് ഉൾപ്പെടെ ന്യൂസ് ചാനലിലും ബാക്കി മീഡിയാസിലൊക്കെ വന്നപ്പം മാമിനെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണമെന്നുണ്ട്. കാരണം മാം അത്രയ്ക്ക് സപ്പോർട്ടീവാണ് സ്റ്റുഡൻസിനെ. മാമിനെ പറ്റി ഒരു കംപ്ലൈൻറ്റ്സ് പോലും ആർക്കും അവിടെ പറയാൻ ഉണ്ടാവത്തില്ല, അത് ഉറപ്പാണ്. ഇപ്പോൾ മാമിനെ പറ്റി പറയാൻ, ഇപ്പം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ട് മാമിനോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ മാം പറയും ഓക്കെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളെ അറിയാം എന്നുള്ളൊരു മാമാണ്. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ചോദിക്കും എന്താണ് കീർത്തി, അത് ഓക്കെ ആയോ, അത് ഓക്കെ ആയെങ്കിൽ അത് അങ്ങനെ തന്നെ നോക്കണം, നിങ്ങൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നൊരു മാമാണ്. മാം എങ്ങനെ വന്നെന്നുണ്ടല്ലോ മേ ബി അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ കോളേജിലെ മറ്റു കുട്ടികളും കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഈ പ്രതിപട്ടികയിലുണ്ടെന്ന് പറയുന്ന ഈ ഡോക്ടർ സംഗീത നമ്പ്യാരുടെ അന്വേഷണം തീരുന്നതുവരെ നമ്മൾ ശരിക്കും ഈ അന്വേഷണത്തിൽ വ്യക്തമായൊരു വിവരം ലഭിക്കുന്നവരെ നമ്മൾ അവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കില്ല ചാനലിൽ, കേട്ടോ. അപ്പം നിങ്ങൾ പറയുന്ന കാര്യം, ഒരു നിരപരാധിയാണ് ഡോക്ടർ സംഗീതയെങ്കിൽ അവരുടെ പേര് വിവരം ഇതിൽ വലിച്ചെടുക്കാൻ പാടില്ലല്ലോ. അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.